ഡിസെൻഡ് ഇത് നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും ഓടണം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പഞ്ചാബിലുണ്ടാ. പഞ്ചാബിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ്. സോ നമ്മളങ്ങനെ വാഗാ ബോർഡറിലോട്ട് പോകണേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഷെയർ ടാക്സി എടുത്തിട്ടുണ്ട്. 150 രൂപ. 150 രൂപയാണ്. വൺ സൈഡ് 75 രൂപയാണ് ചാർജ് ചെയ്യണത്. ഇവിടെ നിന്ന് പിന്നെ ഗവൺമെൻറ് ബസ് ഉണ്ട്. അതിൻ്റെ റൈറ്റ് എനിക്കറിയില്ല, അതെനിക്ക് മിസ്സായിപ്പോയി. അതിൽ പോയിച്ചെങ്കിൽ ഇതിലും കുറവായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഷെയർ ടാക്സിക്ക് പോകണ ഒരു ഓപ്ഷനുള്ളൂ. അവിടെ 4 മണി വരെ എന്തോ സൺസെറ്റ് ടൈമിലാണ് ബോർഡറിൽ ആ പരിപാടി ഉള്ളത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അതായത് പാകിസ്ഥാൻ ബോർഡറിലും ഇന്ത്യ ബോർഡറിലുള്ള ആർമി ഓഫീസേഴ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ, പിന്നെ ഡ്രില്ല് ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ ദിവസവും അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അത് കാണാനാണ് ഇപ്പോൾ പോകുന്നത്. പോയി കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇനിയിപ്പോൾ ഇന്ന് ബസ് നോക്കിയൊന്നും ബസ് കിട്ടില്ല, ബസ് പോയതാണ്. അപ്പോൾ ഇനി നാളെ ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ ആവില്ല ചിലപ്പോൾ. ഇവിടെ പിന്നെ സേഫ്റ്റി എനിക്ക് റെയിൽവേ സ്റ്റേഷൻ എവിടെയെങ്കിലും കിടക്കാൻ എനിക്കൊരു സ്പോട്ട് കിട്ടിയില്ല, അതാണ് ശോകം. അപ്പോൾ അല്ലെങ്കിൽ ഗുരുദ്വാരയിലൊക്കെ കിടക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ എന്തായാലും ഇന്ന് പോകാമെന്ന് ഓർത്ത്. 75 രൂപയല്ലേ, ഭയങ്കര എക്സ്പെൻസാണ് എനിക്ക്. വേറെ ഓപ്ഷനില്ല നമുക്ക്, അങ്ങോട്ട് വേറെ ബസ്സൊന്നുമില്ല, അതാണ് വിഷയം. നമ്മളങ്ങനെ ഇന്ത്യ പാക് ബോർഡറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ബാഗ് അവിടെ ലോക്കർ റൂമിൽ വെച്ച്, ലോക്കർ റൂമെന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു സെറ്റപ്പ്. അവിടെ 100 രൂപ കൊടുക്കേണ്ടതുണ്ട് ബാഗ് വെക്കാൻ. എനിക്കിപ്പോൾ ഇവിടെ വരാൻ വേണ്ടി ചിലവായെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 രൂപ കേട്ടോ. ഭയങ്കര റേറ്റ് കൂടുതലാണ്, ബഡ്ജറ്റ് ഭയങ്കര ഷോക്ക് പോയി. ബാഗ് വെക്കണമെങ്കിൽ 100 രൂപ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ടാസ്ക്. ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി 150 രൂപ അപ്പ് ആൻഡ് ഡൗൺ, 100 രൂപ ബാഗിന്, അതാണ് ഷോക്ക് പോയി. ബാഗിൻ്റെ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഗുരുദ്വാരയിൽ വെച്ചിട്ട് വരാമെന്ന് അവിടെ ഫ്രീ ആയിട്ട് വെക്കുമായിരുന്നു, ഓർത്തില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യട്ടെ. ലാസ്റ്റ് ഞാൻ ഇത് കണ്ടിട്ടല്ല ഇങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പറ്റിയ പോലെ ഒടി കിട്ടരുത്. പിന്നെ ഇങ്ങോട്ട് ഷെയർ ടാക്സി എടുക്കുമ്പോൾ ഫാമിലി ആയിട്ട് തന്നെയാണെങ്കിൽ നിങ്ങൾ ബസ്സിൽ വരിക കേട്ടോ. ഷെയർ ടാക്സി നല്ല ഷോക്ക്, ഇങ്ങനെ കുത്തി നിറച്ച് വരും, ഒരു കംഫർട്ടും ഇല്ല, ഒന്നുമില്ല. പൈസ ലാഭിക്കാമെന്നുള്ളൂ. ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ പറഞ്ഞത് പൈസ നോർമൽ റേറ്റ് ആണെന്നാണ് പറഞ്ഞത്, വലിയ കൂടുതൽ. 75-ന് 30 കിലോമീറ്റർ വരാനുണ്ട് വൺ സൈഡ്. അപ്പോൾ ടോട്ടൽ 60 കിലോമീറ്റർ 150 രൂപ. നമ്മളങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാ പുറത്തോട്ട് കയറിയിട്ടുണ്ട്. അവിടെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ തൊപ്പി വാങ്ങാം, പിന്നെ മുഖത്ത് പെയിൻറ്റ് ചെയ്യാം, അതിൻ്റെ ഫ്ലാഗിൻ്റെ ഇതൊക്കെ. സോ 10 രൂപയാണ് അങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഫുഡ് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റാണ് കുറേ പേര് വരുന്നത്, കുറേ ബസ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണേ. നല്ലതായിരിക്കും, കണ്ടറിയാം. അങ്ങനെ നമ്മൾ എൻട്രി എത്തിയിട്ടുണ്ട് കേട്ടോ. അകത്തോട്ട് കയറാൻ പോണേ. തിരക്കായിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വരുന്ന പരിപാടി അറ്റൻഡ് ചെയ്യുക. നമ്മളപ്പോൾ ഒരു ഫുഡ് വാങ്ങാൻ നിന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് നീ കയറിക്കോ, ഞങ്ങൾ നേരത്തെ കണ്ടതാണ് അങ്ങനെ പറഞ്ഞു. വെയിറ്റ് ആയില്ലെന്ന് അറിയില്ല കേട്ടോ. പരിപാടി തുടങ്ങിയെന്ന് തോന്നുന്നു, എല്ലാവരും ഓടുന്നുണ്ട്. ലേറ്റ് ആയെന്ന് തോന്നട്ടാ, അതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്.
സംഭവം തുടങ്ങിയിട്ട് ലേറ്റായി. എന്തായാലും ഇനി ബാക്കിയുള്ളതാണ്, വേറെ വഴിയില്ല. അവിടെ പാകിസ്ഥാൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ടോ. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആർമിക്കാർ റെഡി ആവുന്നുണ്ട്. എല്ലാവരും ഓടണം കേട്ടോ. പാകിസ്ഥാൻ്റെ സൈഡിലുണ്ട് കേട്ടോ, ക്യാമറയിൽ കിട്ടുന്നില്ല. आज की परेड ബോർഡുള്ള പരിപാടിയും കണ്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. സോ എനിക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ലാസ്റ്റ് ആയിപ്പോയി, കുട്ടികൾ ലേറ്റായി. പിന്നെ ആദ്യം മൊത്തത്തിൽ പ്ലാൻ അക്കംപ്ലീഷ്ഡ് ആയില്ല, ജസ്റ്റ് കാണാൻ പറ്റി ആരും കൂടെ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ബാക്കിൽ നിന്ന് കണ്ടാൽ. പിന്നെന്താ, നിങ്ങൾ വരുമ്പോൾ നേരത്തെ വരിക, നേരത്തെ വന്ന് സീറ്റ് പിടിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒന്നിലേക്ക് ബസ്സിന് വരിക അല്ലെങ്കിൽ ടാക്സി എടുത്ത് വരിക. ടാക്സി മീൻസ് ഓട്ടോ പ്രൈവറ്റായിട്ട് ഇൻഡിവിജ്വലായിട്ട് എടുക്കാം.
ഷെയർ ഔട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിൽ 4 പേരായിരുന്നത്, അകത്ത് 6 പേര്, ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ ഒപ്പം 2 പേര് എക്സ്ട്രാ. അങ്ങനെ തിങ്ങി നെരിങ്ങി വരേണ്ടി വരും. പക്ഷേ അത് ബഡ്ജറ്റ് ഫ്രണ്ടിലാണ്. 75 രൂപയാണ് 1 സൈഡ് വരുന്നത്. അപ്പോൾ 2 സൈഡ് 150 രൂപ. ആ ഒരു പ്രൈസിന് അത് നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം 30 കിലോമീറ്റർ വരാണ്ട്. ഓട്ടോയ്ക്ക് 30 കിലോമീറ്റർ ഉണ്ടെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? 1 സൈഡാണ് 30. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. പിന്നെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ബോർഡറിൽ ഈ കാഴ്ചകളൊക്കെ എല്ലാവരും കാണാം. നമ്മുടെ പാട്രിയോട്ടിസം, രാജ്യസ്നേഹം അങ്ങോട്ട് ബൂസ്റ്റ് ആവും. സോ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ്. കുറച്ച് വീഡിയോയിൽ പറത്താൻ പറ്റുള്ളൂ. സോറി, മെമ്മറി കാർഡ് നിറഞ്ഞ്, അതാണ് വിഷയം. അതൊരു റീസണായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എല്ലാം നോക്കേണ്ടതായിരുന്നു. പിന്നെ എൻ്റെ വാസ്തവിക എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും ഓക്കെ, ബൈ.